സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നഥയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ആസ്താം താവതീയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാനൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സാംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിരുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. അഗ്രേ കൃത്വാ കമപിചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത്പാർത്ഥം പ്രണയവിവശേന ക്ഷണൈ വീക്ഷമാണ സ്തവ്യേ തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്രാം ആഭിഭ്രാണോ രഥമധിവസൻ പാതുന സൂതവേഷ. ശ്രീ പാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഈ പറളിക്കാട് നൈമിശാരണ്യ സത്രവേദിയിൽ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ എന്ത് ഭാഗ്യമാണ് ചെയ്തതെന്നറിയില്ല. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചു. എത്രയോ തവണ ഭാഗവതം കേട്ട് അതിലെ ആശയങ്ങളൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയ ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളോടിത് പറഞ്ഞു തരാൻ എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എന്തോ ഈശ്വരകാരുണ്യം കൊണ്ട് ഞാനിത് അവിടെ ഇരിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കഥകൾ മധുരമധുര സ്വരത്തിൽ ഗംഗാതീരത്തിലിരുന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു ശ്രീ ശുഖബ്രഹ്മർഷി. ആ കഥകളെ നൈമിശാരണ്യത്തിലിരുന്ന് വിചാരം ചെയ്യുന്നു ശൗനക ഋഷി. കേട്ടുകൊണ്ടിരിക്കുന്നത് ശൗനക ഋഷീശ്വരന്മാർ. അവർക്കതാ സൂതൻ വേണ്ട വിധത്തിൽ അന്ന് താൻ കേട്ട് ഹൃദയസ്ഥമാക്കി വേണ്ട വിധത്തിൽ മനനം ചെയ്ത ഭാഗവത തത്വങ്ങളെ മധുര മനോഹരമായ കഥകളെ കൊണ്ട് വളരെ വിശദമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതേ നൈമിശാരണ്യത്തിലിരിക്കുന്ന അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ കഴിഞ്ഞ 13 വർഷവും ഈ വ്യാസതപോവനത്തിൽ ഇവിടുത്തെ ഗംഭീരന്മാരായിരിക്കുന്ന മഹർഷി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ഭാഗവത തത്വവിചാരത്തിൽ ഓരോ വർഷവും വന്നിരിക്കുന്നത്. ഞാനും വരാറുണ്ട്. നിങ്ങളിൽ ഒരാളായിട്ട് എത്രയോ വർഷങ്ങൾ ഞാനിവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുക ഇത് തീരരുത് അല്ലേ, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കഴിയും, ഇത് കഴിയരുത്, ഇനി അടുത്ത വർഷം ഈ സമയമാവുന്നത് വരെ നമ്മൾ കാത്തിരിക്കും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അത് ആ പാണ്ഡവഗിരിയുടെ ഇവിടെയുള്ള ആചാര്യന്മാരുടെ ഇത് കേൾക്കാൻ വരുന്ന സുകൃതികളായ നമ്മൾ ഓരോരുത്തരുടെയും പൂർവജന്മ പുണ്യം, അല്ലെങ്കിൽ അതിന് സാധിക്കില്ല. ഏതായാലും നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം. എനിക്ക് തൊട്ടു മുമ്പ് ശ്രീ മാധവേട്ടൻ പഞ്ചമസ്കന്ധത്തിലെ ആശയങ്ങൾ 3 അധ്യായങ്ങളിലുള്ളത് പറഞ്ഞു നിർത്തി. അതിനുശേഷമുള്ള കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം. അവിടെ പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. സ്ഥാനം എന്ന് സ്ഥിതി വൈകുണ്ഠ വിജയ. വൈകുണ്ഠനാഥനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലായിടത്തും വിജയിച്ചു നിൽക്കുന്നു. എന്താ സ്ഥാനം? നമ്മൾ ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മളെവിടെയാ എന്ന് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മളെന്താ പറയുക? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് എവിടെയാ? അത് കേരളത്തിലാണ്. പശ്ചിമ സമുദ്ര തീരത്ത് കോഴിക്കോട് നഗരം സ്ഥിതി ചെയ്യണു. അതെവിടെയാ? ഭാരതദേശത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്. ഈ ഭാരതദേശം എവിടെയാ? ജംബുദ്വീപം എന്ന പേരുള്ള സാക്ഷാൽ ഏഷ്യ വൻകരയിൽ. ഈ ഏഷ്യയോ ഈ ഭൂമിയിൽ. ഈ ഭൂമി എവിടെ നിൽക്കുന്നു? മിൽക്കി വേ, ക്ഷീരപഥം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ സുന്ദരമായിരിക്കുന്ന ഈ സോളാർ സിസ്റ്റത്തിൽ സ്ഥിതി ചെയ്യണു. അതെവിടെയാണ് നിൽക്കുന്നത്? നമുക്കറിയില്ല. അതറിയണമെങ്കിൽ നമ്മളതിൻ്റെ പുറത്ത് പോയി നോക്കണം.
ഇവിടെ ഗംഗാതീരത്ത് സമാധിസ്ഥനായിരിക്കുന്ന ശ്രീശബ്രഹ്മർഷി ഈ പ്രപഞ്ചത്തിൻ്റെ ഗംഭീരമായിരിക്കുന്ന ഒരു ടെലസ്കോപ്പിക് ദൃശ്യം ഈ പഞ്ചമസ്കന്ധത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ലോകങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജ അന്തർഗതം എന്ന് ശങ്കരാചാര്യര് അല്ലേ. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ മന്ത്രം വിശ്വം, വിശതി ഇതി വിശ്വം. അതിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത്, വ്യാപൃതമായി സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു. ആ നാരായണനല്ലാതെ ഇവിടെ എന്തുണ്ട്? നാരായണ പരാ വേദാഹ, നാരായണ പരാഗതി എന്ന് നമ്മളോട് വളരെ ഗംഭീരമായിട്ട് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കാണുന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന് നമ്മുടെ ആചാര്യൻ. ഇവിടെ നാരായണനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. ആ നാരായണനോ ഋഷഭയോഗീശ്വരന്റെ പുത്രന്മാര് ഏകാദശ സ്കന്ധത്തിൽ ഉപദേശങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ പറയും വാസുദൈവൈക നിലയ. വാസുദേവനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തില്. ആ ഹൃദയത്തിലിരിക്കുന്ന വാസുദേവനെ കാണുന്ന ആൾക്ക് ഈ വിശ്വം മുഴുവൻ വാസുദേവനിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അകത്തും പുറത്തും ആരേ ഉള്ളൂ? വാസുദേവൻ. ആ വാസുദേവനെ, സച്ചിദാനന്ദ വസ്തുവിനെ, ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ് ആര്? ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന സാക്ഷാൽ ശ്രീശ്വര ബ്രഹ്മർഷി. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ബ്രഹ്മരാതൻ. ബ്രഹ്മത്തെ അന്വേഷിക്കുന്ന ആള്, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, അന്വേഷിക്കുന്ന ആള് അതായിട്ട് തീരും. ആ ബ്രഹ്മരാതനാണ് പരീക്ഷിത്ത് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന വിഷ്ണുരാതന് ഭാഗവത രഹസ്യം പറഞ്ഞു കൊടുക്കണത്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ എന്തേ ഉണ്ടാവുള്ളൂ അല്ലേ. രണ്ട് മരക്കഷ്ണങ്ങൾ വെച്ച് കടഞ്ഞ് തീയുണ്ടാക്കുന്ന ഒരു ഉദാഹരണം ഭാഗവതത്തിൽ കാണാം. കുറച്ച് കഴിഞ്ഞാൽ രണ്ടും കത്താൻ തുടങ്ങും. അവിടെ പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഗംഭീരമായ സംവാദത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സംവാദം എന്ന് പറഞ്ഞാൽ സമ്യക് വാദം, ശരിയായിട്ടുള്ള വാദം. അല്ലാത്ത വാദങ്ങളൊക്കെ എന്താണ്? വിവാദം അല്ലേ. മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് വിവാദങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എന്നാൽ സംവാദത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. സമ്യക് വാദം, ശരിയായിട്ടുള്ള വാദം. എന്തിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്? ആ ഈശ്വരനെ അന്വേഷിക്കുന്നു. സ്വസ്വരൂപ സന്ധാനം ഭക്തി. അവനവന്റെ സ്വരൂപം എന്താണ്? നേരത്തെ പറഞ്ഞു വാസുദേവൈക നിലയഹ. വാസുദേവൻ ആരാണ് എന്നാണ് അന്വേഷിക്കുന്നത്. വാസുദേവനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെങ്ങനെ വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഈ വാസുദേവൻ ആരാണ്? ആ വാസുദേവനെ വളരെ കാലം ഉപാസിച്ചു. ആര്? പ്രിയവ്രതന്റെ വംശത്തിലുണ്ടായ നാഭി എന്ന് സുപ്രസിദ്ധനായ രാജാവ്. അന്ന് ഈ വർഷത്തിന്റെ പേര് അജനാഭം എന്നായിരുന്നു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത അനപത്യത ദുഃഖം ഉണ്ടായി. ഭാഗവതം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്ന കഥകൾക്കൊക്കെ ഒരു ചെറിയ സാമ്യത കാണാൻ സാധിക്കും. ഭാഗവതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താ ചോദിച്ചാൽ ഞാനൊന്നേ പറയാറുള്ളൂ, ഒരമ്മയുടെ പ്രാർത്ഥന അല്ലേ. പരീക്ഷത്തിന്റെ അമ്മ ഉത്തരാദേവി ഒരു പുത്രന് വേണ്ടി കരയുന്നു. ആ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് വേദവ്യാസ മഹർഷി ഭാഗവതം. അവസാനത്തെ പ്രാർത്ഥനയോ ഒരച്ഛൻ്റെ പ്രാർത്ഥന ദശമസ്കന്ധത്തില്, ആ സന്താന ഗോപാലത്തില്. അതിനുശേഷം പിന്നെ കഥകളൊന്നുമില്ല അധികം, കുറെ ഉപദേശങ്ങളും കുറെ വിവരണങ്ങളും ഒക്കെയാണ്. അപ്പം ഭാഗവതത്തിന്റെ ആദ്യവും ഭാഗവതത്തിന്റെ അവസാനവും ഭാഗവതത്തിലുള്ള ഇടയിലുള്ള കഥകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരു സ്ഥലത്തേക്കാണ്. ഒരു സത്പുത്രന്റെ ജനനം അല്ലെങ്കിൽ ഒരു സത്പുത്രിയുടെ ജനനം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ? ഇനി ഭാഗവതത്തിൽ നോക്കൂ, കുറെ കുട്ടികളുടെ കഥയാണ് പറയുന്നത്. പ്രശസ്തനായ ഒരു കുട്ടി ധ്രുവൻ, പരമഭക്തനായ മറ്റൊരു കൊച്ചുകുട്ടി സാക്ഷാൽ പ്രഹ്ലാദൻ. ഭാഗവതത്തിൽ ആസകലം ഓടി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ മാറ്റി നിർത്തിയാൽ
പിന്നെ ഭാഗവതത്തിന് ഒരു നീതിസാര ഗ്രന്ഥത്തിൻ്റെ മൂല്യേ ഉള്ളൂ അല്ലേ? ഭാഗവതത്തെ ഭാഗവതാക്കുന്നത് ആരാ? ഭഗവാൻ. ഇങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ ഭാഗവതം ഒരു കൊച്ചു കുട്ടിയുടെ കഥ, അല്ലെങ്കിൽ ഒരു സന്തതി ഉണ്ടാവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. എന്തുകൊണ്ടാ അത്? നമ്മൾ കുറച്ചു മുമ്പ് കപിലോപദേശം കേട്ടു. അവിടെയും കർദമ പ്രജാപതി ആഗ്രഹിച്ചത് എനിക്കൊരു സത്പുത്രൻ ഉണ്ടാവണം എന്നാണ്. എന്തുകൊണ്ടാ അത്? ശങ്കരാചാര്യര് ബൃഹദാരണ്യക ഭാഷ്യത്തിൽ നമ്മളോട് പറയണു, ഈ ജന്മത്തിന്റെ ഒരേ ഒരു പരമമായ സാഫല്യം എന്താണ്? എന്തിനു വേണ്ടിയായി ഈ ലോകത്തിലേക്ക് വന്നത്? ഇവിടെ എന്ത് തിരിച്ചു കൊടുത്തു പോവും? അല്ലേ? നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ ഈശ്വരൻ എല്ലാ സുഖ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചു. ജനിക്കാനുള്ള ഗർഭപാത്രവും, കഴിക്കാനുള്ള ഭക്ഷണവും, ശ്വസിക്കാനുള്ള വായുവും, നിൽക്കാനുള്ള ഭൂമിയും എല്ലാം തന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് പറഞ്ഞയച്ചത്. അതിനുശേഷം ഇവിടെയുള്ള സകല സുഖ സൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ഈ ഒരു നിമിഷം നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നതിന് കോടാനുകോടി ജീവജാലങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മൾ ഓരോരുത്തരും. ഈ സുഖസൗകര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഒരു ദിവസം ഇവിടുന്ന് ശരീരം ഉപേക്ഷിച്ച് പോകുന്ന നമ്മൾ ഇവിടെ എന്ത് തിരിച്ചു കൊടുക്കും? എന്ത് കൊടുത്താലും അതിന് മൂല്യം ഉണ്ടാവുക? ശങ്കരാചാര്യർ പറയണു, ഒരു സത്പുത്രൻ, അത്രയും മൂല്യമുള്ള വസ്തു രണ്ടാമതൊന്നുമില്ല. ഇവിടെ നാഭി മഹാരാജാവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? എനിക്കൊരു സത്പുത്രൻ ഉണ്ടാവണം, ഭഗവാൻ തന്നെ പുത്രനായി വന്ന് അവതരിക്കണം. ഭാഗവതം നമ്മളോട് പറഞ്ഞു തരുന്നു, ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാർ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാൻ തന്നെ വന്ന് പുത്രനായി ജനിക്കണം. എല്ലാവരും അതാ പ്രാർത്ഥിച്ചത്. കശ്യപനും അല്ലേ, അദിതി ദേവിയും യശോദയും നന്ദഗോപരും ദേവകീദേവിയും ഒക്കെ പ്രാർത്ഥിച്ചത് എന്താ? എനിക്ക് ഈശ്വരൻ പുത്രനായി ജനിക്കണം. കാരണം എല്ലാ ഗുണങ്ങളും ആരിലുള്ളത്? ഭഗവാനിൽ. ആ സ്വയം സമ്പൂർണനായ പരിപൂർണനായ ഭഗവാൻ പുത്രനായി വന്ന് ജനിക്കണേ എന്ന് നാഭി ഋത്തിക്കുകളുടെ കൂടെ ആ യജ്ഞശാലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അത്രേ. ഭഗവാൻ ആ യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഇവര് പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല, ഭഗവാനെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ്. ഒരു പോലെ എന്നുണ്ടാവണേ. ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലെ ഞാനേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് ജനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ചില അപകടങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനെ പോലെയുള്ളൊരു പുത്രൻ എനിക്കുണ്ടാവണം. ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലെ ഞാനേ ഉള്ളൂ, ഞാൻ തന്നെ വന്ന് ജനിക്കാം. ഇങ്ങനെ ഭഗവാന്റെ സകല കല്യാണ ഗുണങ്ങളും സകല ചിഹ്നങ്ങളോടും കൂടി ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. ആ കുട്ടിക്ക് അച്ഛൻ തന്നെ, ഋഷഭദേവൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ ഗുണഗണങ്ങൾ കണ്ടാണ് എൻ്റെ അച്ഛൻ എനിക്ക് ഋഷഭൻ എന്ന് പേരിട്ടത്. ഋഷഭ ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നർത്ഥം. ഭഗവാന്റെ ഒരു പര്യായമാണ്, സഹസ്രനാമങ്ങളിലൊക്കെയുള്ള വാക്കാണ്. ശ്രീപരമേശ്വരൻ എന്ന അർത്ഥമുണ്ട്. ഋഷഭൻ മറ്റൊരർത്ഥമുണ്ട് അതിന്, കാള. ഋഷഭ എന്ന് പറഞ്ഞാൽ കാള. കാള സനാതന ധർമ്മത്തിൽ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് അല്ലേ? പരീക്ഷിത്തുമായിട്ടുള്ള സംവാദത്തിൽ അവിടെ ധർമ്മത്തെ ഒരു 4 കാലുള്ള കാളയായിട്ടാണ് ഭാഗവതവും മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. 4 പാദങ്ങൾ ഏതാന്ന് പറഞ്ഞു? സത്യം, ശൗചം, ദയ, തപസ്. ഈ 4 പാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് ആര്? ഋഷഭൻ. വെറുതെ ഒരു പേരിട്ടതല്ല. നമ്മളൊക്കെ വെറുതെ പേരിടുന്നു, പേരിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല. ആ ധർമ്മത്തിന്റെ തനി സ്വരൂപമാണ് സാക്ഷാത് ഈ ഋഷഭയോഗീശ്വരൻ. ആ ധർമ്മം എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഓരോ അവതാരങ്ങൾക്കും കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഋഷഭയോഗീശ്വരന്റെ അവതാരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ലോകത്തിന് അവധൂത ധർമ്മത്തെ കാണിച്ചു കൊടുക്കുക. ആ അവധൂതന്മാരുടെ സ്വരൂപത്തെയും നിരവധി ഉപനിഷത്തുകളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്.
അവധൂതോപനിഷത്ത് തന്നെയുണ്ട്, പരിവ്രാജകോപനിഷത്തുണ്ട്, ഇങ്ങനെയുള്ള പരമഹംസോപനിഷത്തുണ്ട്. ഇതിലൊക്കെ അവധൂതന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നുണ്ട്. അവധൂതൻ എന്ന് പറഞ്ഞാൽ കാറ്റിനെ പോലെ സഞ്ചരിക്കുന്നവൻ. കാറ്റ് സർവവ്യാപിയാണ്. 24 ഗുരുക്കന്മാരിൽ ഒന്നിനെ വായു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഏകാദശത്തില്. ഒരു ഗുരു വായുവാണ്. വായുവിന് പ്രത്യേകിച്ച് സുഗന്ധമോ ദുർഗന്ധമോ ഒന്നുമില്ല. എല്ലായിടത്തും പ്രവേശിക്കുന്നു, എല്ലാവരിലും പ്രവേശിക്കുന്നു, സ്വച്ഛന്തം സഞ്ചരിക്കുന്നു, നിർമ്മലമായി സ്ഥിതി ചെയ്യുന്നു. ഇതുപോലെ ഈ വ്യവഹാര ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപഴകുന്നു. എന്നാൽ ഒന്നുമായും ഒരൊട്ടലോ പറ്റലോ ഇല്ല. ആ അഹന്താ മമതകളുടെ പൂർണ്ണമായ നിരാസം സാധിച്ച ആളാണ് ഒരവധൂതൻ. യാതൊന്നിനോടും അദ്ദേഹത്തിനൊരു ഒട്ടലില്ല. ഒന്നും എൻ്റേതും അല്ല. നമുക്ക് ഉപേക്ഷിക്കാൻ ഏറ്റവും പ്രയാസമുള്ള 2 മനോഭാവങ്ങളാണ്. എന്നാൽ അങ്ങനെ നിൽക്കുന്ന ആള് വെറുതെ നിൽക്കുകയാണോ? അതല്ല. എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നു, എല്ലാത്തിലും ഇടപെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ അവസ്ഥയ്ക്ക് പറഞ്ഞു, പത്മപത്രമിവംഭസഃ. താമരയില വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും, വെള്ളത്തിന്ന് ചളിയിന്നാണ് ഉണ്ടായി വന്നതെങ്കിലും അതിൻ്റെ ഒന്നും ഗുണങ്ങൾ അതിനെ ബാധിക്കാത്തതുപോലെ വ്യവഹാര ലോകത്തിൽ നിൽക്കുന്നു, അവനവന്റെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു, ഒന്നും അവനവനിൽ പറ്റിച്ചേരുന്നതേ ഇല്ല. ഇങ്ങനെ നിത്യനിർമ്മലമായ സ്വരൂപത്തിൽ നിൽക്കണമെങ്കിൽ ആ നിത്യനിർമ്മല സ്വരൂപസ്ഥിതനായിരിക്കുന്ന വാസുദേവനെ അറിഞ്ഞിരിക്കണം. കാരണം വാസുദേവന്റെ സ്വരൂപം തന്നെ അതാണ്, അല്ലേ? എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നു, എല്ലാം അറിയുന്നു, എന്നാലോ യാതൊന്നുമായും ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുക. ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളോട് ഭാഗവതം പറഞ്ഞു തരുന്നു 4 അനുഭവങ്ങള്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം. ആ തുരീയാവസ്ഥയെയും അതിക്രമിച്ച ആള് തുരീയാതീതൻ. ആ അനുഭവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഉപനിഷത്തുകൾ അവധൂതൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. സന്യാസിമാരെ സാധാരണ 4ആയിട്ട് പറയാറുണ്ട്: ബഹൂദകൻ, കുടീചകൻ, ഹംസൻ, പരമഹംസൻ എന്നിങ്ങനെ. കുടീചകന് ധർമ്മങ്ങളൊക്കെ ഉണ്ട്, തിരിച്ചു പോവാനൊരാശ്രമമൊക്കെ വേണം, അല്ലേ? ഒരു സ്ഥലത്ത് സപ്താഹം കഴിഞ്ഞാൽ അയാൾ എവിടേക്ക് പോവും? തൻ്റെ ആശ്രമത്തിലേക്ക് പോവും. ഒരു സ്ഥലത്ത് സത്സംഗം കഴിഞ്ഞാൽ തൻ്റെ ആശ്രമത്തിലേക്ക് പോവും തിരിച്ച്. കാരണം കുടീചകൻ കുട്ടിയുമായി, ഗൃഹവുമായി, ആശ്രമവുമായി ബന്ധമുള്ള ആളാണ്. അതിന്ന് കുറെ അതിക്രമിച്ച ആൾക്കാരാണ് മുകളിലേക്ക് പോകുന്നത്. അതിൽ ഏറ്റവും സർവശ്രേഷ്ഠനാണ് ആര്? പരമഹംസൻ. നിത്യാനിത്യ വിവേകം തുടങ്ങിയിട്ടുള്ള ആ ഗുണങ്ങളൊക്കെ വേണ്ട വിധത്തിൽ തികഞ്ഞ ആൾക്കാരെയാണ് പരമഹംസൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഭഗവാൻ പരമഹംസനായിട്ട് തന്നെ അവതരിക്കുന്നുണ്ട് ഏകാദശ സ്കന്ധത്തിൽ. ആ ആത്മതത്വം സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന അനുഭവത്തിൽ നിൽക്കുക. അത് നമുക്ക് പറ്റണില്ല. നമ്മളൊക്കെ ശരീരഭാവത്തിൽ നിൽക്കുന്നു. കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാർ മാനസിക ഭാവത്തിൽ നിൽക്കുന്നു. കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാരോ ബുദ്ധിയുടെ തലത്തില്. ആ ആത്മാവിന്റെ തലത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ അനുഭവത്തിൽ നിന്നാൽ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഒക്കെ ഉണ്ടാവുന്ന വികല്പങ്ങൾ, അനുഭവങ്ങൾ അവനവനെ ബാധിക്കുകയേ ഇല്ല. കാരണം അയാൾ ആ സത്യത്തെ അറിഞ്ഞ് സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ സകല പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും. കാരണം പഞ്ചമസ്കന്ധത്തിന്റെ തുടക്കം പരീക്ഷത്തിന്റെ ചോദ്യം എന്തായിരുന്നു? ഗൃഹേരമതയന്മൂല കർമ്മബന്ധ പരാഭവ. അങ്ങ് നേരത്തെ പറഞ്ഞ കഥകളിലൊക്കെ ഗൃഹസ്ഥാശ്രമികൾ വളരെ പ്രാകൃതന്മാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അല്ലേ? ഹിരണ്യകശിപുവിനോടൊക്കെ പ്രഹ്ലാദൻ പറയണു, ഈ വീടൊക്കെ ഉപേക്ഷിച്ച് പോവൂ. ഇങ്ങനെ വീടൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലോ മേട്ടിലോ മലയിലോ ഒക്കെ പോയി തപസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം നേടൂ. അങ്ങനെയുണ്ടോ?
ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങിരിക്കുന്ന ഈ രാജ്യം ഭരിച്ച പ്രിയവ്രതനും അദ്ദേഹത്തിൻ്റെ പുത്രപൗത്ര പരമ്പരകളും ഒക്കെ രാജാക്കന്മാരായിരുന്നു. അല്ലേ? ഏറ്റവും കൂടുതൽ ജോലിയുള്ളതാർക്കാ? രാജാവിന്. രാജ്യം ഭരിക്കുന്ന ആൾക്ക് അയാൾ 24 മണിക്കൂറും അലർട്ടായിരിക്കണം. നമ്മളൊക്കെ ധാരണ ഒരു ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞ പണിയാണ് ആധ്യാത്മികത. അല്ലേ? ഇപ്പൊ ജോലിയൊന്നുമില്ല, VRS എടുത്തു, പെൻഷൻ പറ്റി, ഇനി കുറച്ച് ഭാഗവതാവാം, കുറച്ച് നാരായണീയം വായിക്കാം. പണിയൊന്നും ഇല്ലെങ്കിൽ ഏർപ്പെടേണ്ട കാര്യമല്ല ഭാഗവതം, ഭഗവത് അന്വേഷണം. ജോലികളൊക്കെ ചെയ്യൂ നന്നായിട്ട്. അവനവന്റെ ധർമ്മം എന്താണോ അത് ആസ്വദിച്ചുകൊണ്ട് ഒരു ക്ലേശവുമില്ലാതെ പ്രയത്നിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രയത്നം എന്ന് പറഞ്ഞത്. നമ്മുടെതൊക്കെ യത്നാണ്. നമുക്ക് കുറച്ചു നേരം ജോലി ചെയ്യുമ്പോഴേക്കും എന്താവുന്നു? തളർച്ച വരുന്നു, മടുപ്പ് വരുന്നു. എന്നാൽ പ്രയത്നമാണെങ്കിലോ അതിൽ തളർച്ചയൊന്നുമില്ല, എപ്പോഴും സന്തോഷം മാത്രം. പ്രകർഷനുള്ള യത്നാണ് അത്ര എന്ത് പ്രയത്നം. അയാൾക്ക് അയാൾ ചെയ്യുന്ന ജോലി ഏറ്റവും അയാളുടെ പാഷൻ ആ ജോലിയായിരിക്കും. അയാൾ അതിനു വേണ്ടി. ചക്രവർത്തിയായിട്ടുള്ള ഋഷഭദേവന് ഈ പ്രവൃത്തികളൊന്നും ഒരു ക്ലേശവും ഉള്ളതായി തീർന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ നന്നായി രാജ്യഭാരം നിർവഹിച്ചു. നിരവധി യജ്ഞങ്ങൾ നടത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു. അന്നുണ്ടായിരുന്ന ജനങ്ങൾക്ക് മരിക്കണമെന്ന് പോലും തോന്നിയില്ല അത്രേ. ഋഷഭയോഗീശ്വരൻ്റെ കൂടെ ശ്രീരാമചന്ദ്രനെയൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ കണ്ടോണ്ടിരിക്കാൻ. ഇത് കണ്ടിട്ട് സഹിച്ചില്ല അത്രേ സാക്ഷാത് ദേവേന്ദ്രന്. ദേവേന്ദ്രൻ ഈ യജ്ഞങ്ങൾ മുടക്കാൻ വേണ്ടി മഴ നിർത്തിവെച്ചു. അതോടുകൂടി രാജ്യത്ത് വെള്ളമില്ലാതായി തീർന്നു. യോഗീശ്വരനായ ഋഷഭദേവൻ തൻ്റെ യോഗസിദ്ധി കൊണ്ട് നാട്ടിൽ വേണ്ടത്ര വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ മഴ പെയ്യിച്ചു. അത്ര ഇന്ന് മഴ പെയ്യണ പോലെയല്ല. അതൊക്കെ കഴിഞ്ഞു. ദേവേന്ദ്രൻ തോറ്റു. ഋഷഭയോഗീശ്വരനെ നമസ്കരിച്ചു. തൻ്റെ മകൾ ജയന്തിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ജയന്തിയിൽ ഋഷഭയോഗീശ്വരന് 100 കുട്ടികളുണ്ടായി. 100 കുട്ടികളൊക്കെ ഉണ്ടാവൂ? നിശ്ചയില്ല. ഞങ്ങളുടെ ഇവിടെ പാലാഞ്ചേരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഉണ്ട്, കോഴിക്കോട്. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 100, 1000 എന്നൊക്കെ പലപ്പോഴും പറയണത്, നമ്മളിപ്പോൾ നൈമിഷാരണ്യത്തിൽ സപ്താഹം നടക്കണു, പോയി കേട്ടൂടെ ചോദിച്ചാൽ അമ്മമാര് പറയും, വീട്ടിൽ തിരുമേനി 100 കൂട്ടം പണിയുണ്ട്. 100 കൂട്ടമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ 100 കൂട്ടമൊന്നുമില്ല. അല്ലേ? ഇതുപോലെ ആയിരിക്കണം. എന്തായാലും ഇവിടെ കൃത്യമായി പറഞ്ഞു 100 കുട്ടികളുണ്ടായി. അതെന്തോ ആവട്ടെ. അതിൽ ആദ്യത്തെ ആള് സാക്ഷാത് ഭരതയോഗീശ്വരൻ. അദ്ദേഹത്തിന്റെ കഥ ഇനി വർണ്ണിക്കും. പിന്നീട് 9 പേരുണ്ടായി. ഊർധ്വരേതസ്സുകളും നല്ല ഋഷീശ്വരന്മാരുമായി തീർന്നു അവര്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപലായനൻ, ആവൃഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്ന് അവർക്ക് പേര്. അവര് ഈ ഭാഗവത തത്വങ്ങൾ ഇനി ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. നമ്മളവിടെ നിമ്മി നവയോഗി സംവാദം കേൾക്കാനിരിക്കണം. ഋഷഭയോഗീശ്വരൻ വീണ്ടും തൻ്റെ രാജ്യകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു. കുട്ടികളൊക്കെ വളർന്ന് വലുതായി, അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണു. ഇപ്പം അദ്ദേഹത്തിന് തോന്നി ഇനി ഇതൊന്നൊക്കെ പിന്തിരിയണം. അല്ലേ? അങ്ങനെ വേണമെന്നാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ള ഈ 4 അവസ്ഥകൾക്ക് അനുപൂരകമായി ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4 തലങ്ങളുണ്ട് പറഞ്ഞു ജീവിതത്തിൽ. ആ ബ്രഹ്മചര്യത്തിൽ വേണ്ട ധർമ്മങ്ങളൊക്കെ സ്വായത്തമാക്കി സകല ശാസ്ത്രങ്ങളും അഭ്യസിച്ച് വേണമെങ്കിൽ നേരിട്ട് ഒരാൾക്ക് സന്യാസത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കിടക്കാം. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അവിടെയൊക്കെ ഉപനിഷത്ത് നമ്മുടെ സഹായത്തിന് എത്തുന്നുണ്ട്. ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ ഭാര്യയുടെ കൂടെ അഗ്നി ജ്വലിപ്പിച്ച് നിത്യേന ആ ആഹവനീയാഗ്നിയിൽ ഹോമം ചെയ്യണം. പഴയ കാലത്ത് അങ്ങനെയാണ്. ചാതുർവർണ്ണത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? വീട്ടില്
ഒരു ഹോമകുണ്ഡത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വിശ്വദേവകൾക്ക് അഗ്നിയിൽ ആഹുതികൾ അർപ്പിക്കും. അത് കെടാതെ സൂക്ഷിക്കണം എന്നാണ്. കേരളത്തിലൊക്കെ ഈ യജ്ഞം കൊണ്ട് നടക്കുന്ന ഇല്ലങ്ങളിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചറിയാം, അവരത് കെടാതെ സൂക്ഷിക്കും അത്രേ ഈ അഗ്നി. ഇതെന്തിനു വേണ്ടിയാ? ഈ അഗ്നിയിലെ ഒരംശം എടുത്തിട്ടാണ് അവസാനം തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കുക. ഇതുകൊണ്ട് എന്താ ഒരു മെച്ചം? മരണഭയം ഉണ്ടാവില്ല. എന്നെ കത്തിക്കാനുള്ള തീയാണ് ഞാൻ കെടാതെ സൂക്ഷിക്കണത്, അല്ലേ? ഇനിയിപ്പോൾ അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവാൻ വേറെ പണിയൊന്നും ചെയ്യണ്ട. എന്തിനാ വീട്ടിലെ കെടാവിളക്ക് കത്തിച്ച് വെച്ചത് ചോദിച്ചാൽ, ആ വിളക്കിലെ തീ എടുത്തിട്ട് വേണം കുട്ടാ നീ എന്നെ കത്തിക്കാൻ. പിന്നെ നമുക്ക് ഈ ശരീരാഭിമാനം ഉണ്ടാവുമോ? എന്ത് ഇത് നാളെ കത്തിച്ച് കളയാനുള്ള സാധനം. ഇതിനനുപൂരകമായി അവനവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ജ്ഞാനാഗ്നിയും പ്രകാശിക്കാൻ ആരംഭിക്കും. രണ്ടും സംഭവിക്കണം എന്നാണ്. അസ്വാധ്യായം തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടു നടക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഈ ബാഹ്യമായ അഗ്നി മാത്രമല്ല, അവനവൻ്റെ ഉള്ളിലുള്ള യോഗാഗ്നിയും ജ്ഞാനാഗ്നിയും ഒക്കെ വേണ്ട വിധത്തിൽ ജ്വലിക്കാൻ ആരംഭിക്കും. പിന്നീട് അതൊന്ന് തമ്മിൽ ചേരുക വേണ്ടു. അതോടുകൂടി ഈ ശരീരത്യാഗം അയാൾക്കൊരു വിഷമമുള്ള കാര്യമായിട്ട് തോന്നുകയില്ല. ഇതാണ് അതിൻ്റെ ഒക്കെ ഉദ്ദേശം. ഇവിടെ ഋഷഭയോഗീശ്വരൻ സകലതും ഉപേക്ഷിച്ചു. അതിനാണ് നമ്മൾ സാധാരണ ഈ ഷഷ്ട്യബ്ദ പൂർത്തിയൊക്കെ ആഘോഷിക്കണത്, അല്ലേ? 60 വയസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു നടപ്പാണ്. ബ്രഹ്മചര്യത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും തനിക്ക് വേണ്ടി ജീവിച്ചു. ഇനി തനിക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ലോകത്തിന് വേണ്ടി ജീവിക്കുക. വാനപ്രസ്ഥാശ്രമം, വനം പോലെ ആകാശം പോലെയുള്ള വിശാലമായ മാർഗത്തിലൂടെയുള്ള സഞ്ചാരം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജീവിതം. അലോകസേവന നിരതനായി ഗുരു ശുശ്രൂഷ ചെയ്ത് ആശ്രമത്തിൽ കഴിച്ചു കൂട്ടണു. തൻ്റെ സകലത് എന്ത് വേണം? പുത്രപൗത്ര പരമ്പരാദികൾക്കും തൻ്റെ ആശ്രിതന്മാർക്കും തൻ്റെ നാട്ടുകാർക്കൊക്കെ താൻ സമ്പാദിച്ച സകലതും ദാനം ചെയ്യണം എന്നവിടെ ഉപനിഷത്തുകൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് അവിടെ അത് പറയുന്ന സമയത്ത് മഹാപരിവ്രാജകോപനിഷത്തൊക്കെ നമ്മളോട് പറഞ്ഞു തരണു, മഹാനാരായണോപനിഷത്തൊക്കെ പറയണു, എപ്പോഴാണോ വൈരാഗ്യം വരുന്നത് അപ്പം സന്യസിച്ചോളൂ എന്നാണ്. മുഹൂർത്തമൊന്നും നോക്കണ്ട. ഈ അനുഭവിച്ച വസ്തുക്കളൊക്കെ ഇത്രയേ ഉള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞേക്കും അതിനെയൊക്കെ. പക്ഷെ അങ്ങനെ തോന്നണ്ടേ? മടുപ്പ് വരുന്നുണ്ടോ? എവിടെ മടുപ്പ് വരണു? നമുക്ക് ഒന്നിനോടും മടുപ്പ് വരണില്ല. എന്നാൽ മടുത്തു കഴിഞ്ഞാൽ, അതിനോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ, വൈരാഗ്യം വന്നാൽ കളഞ്ഞേക്കും അതൊക്കെ. എന്തിനിത്? അവിടുന്ന് പിന്നെ ഒരു തിരിച്ചു നടപ്പാണ്. നേരെ എവിടെ നിന്നാണോ താൻ വന്നത് അവിടേക്ക്. പക്ഷെ അവിടെ എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ സാധിക്കുമോ? വലിയ ബുദ്ധിമുട്ട്. വീട്, ധനം, പേര്, പ്രശസ്തി, വസ്ത്രം, ആഭരണാദികൾ, ഇങ്ങനെ ബാഹ്യമായ വസ്തുക്കളെയൊക്കെ ഉപേക്ഷിക്കാം. മനസ്സിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കാര്യങ്ങളെ, ബുദ്ധിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? വലിയ പ്രയാസം. എന്നാൽ ഋഷഭയോഗീശ്വരൻ സകലത്തിനെയും ഉപേക്ഷിച്ചു. ശരീരത്തിന് ഇട്ട ഈ തുണിയൊന്നും കളയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ബ്രഹ്മചര്യത്തെയും ഗാർഹസ്ഥ്യത്തെയും വാനപ്രസ്ഥത്തെയും സന്യാസത്തെയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര തുടങ്ങിയിട്ടുള്ള സകല അനുഭവങ്ങളെയും താൻ ആർജിച്ച സകലത്തിനെയും ഉപേക്ഷിച്ച് കളഞ്ഞു. ഇങ്ങനെ സകലത്തിനെയും കുടഞ്ഞു കളയുക എന്ന അർത്ഥത്തിലാണ് പരിവ്രാജക ശബ്ദം സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്. തൻ്റേതാണെന്ന് തനിക്ക് തോന്നുന്ന സകലതിനെയും ഉപേക്ഷിക്കുക. യാതൊന്നിനോടും ഒരൊട്ടലോ പറ്റലോ ഇല്ലാതെ നിൽക്കാൻ സാധിക്കുക. ഇങ്ങനെ സകലതിനെയും ഉപേക്ഷിച്ച് എവിടെ വെച്ചാണ് ഉണ്ടായത് ഇത്? ആ ബ്രഹ്മാവർത്തത്തിൽ. അവിടെ ഒരു ബ്രഹ്മസഭ, ഗംഭീരന്മാരായിരിക്കുന്ന മഹാത്മാക്കൾ ഇരുന്ന് ബ്രഹ്മവിചാരം ചെയ്യുന്നു. അവിടെ വെച്ചാണ് ഋഷഭയോഗീശ്വരൻ സകലതും ഉപേക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരൊക്കെ ഉണ്ട് അവിടെ. അവിടെ വെച്ച്
ഈ ഋഷഭയോഗീശ്വരൻ ആ പുത്രന്മാരോടും മറ്റുമൊക്കെ ഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തി. അതാണ് ഭാഗവതത്തിൽ എന്ത്? ഋഷഭോപദേശം. 27 ശ്ലോകങ്ങൾ. ആ 27 ശ്ലോകങ്ങളിൽ ഋഷഭയോഗീശ്വരൻ തനിക്ക് പറയേണ്ടതൊക്കെ പറയണു. ഗംഭീരമായൊരു ഗിരിപ്രഭാഷണം പോലെ ഋഷഭയോഗീശ്വരൻ്റെ ഉപദേശം. ഈ ഉപദേശങ്ങളുടെയൊക്കെ കുഴപ്പമെന്താ ചോദിച്ചാൽ, ആർക്കും വേണ്ടാത്തതും എല്ലാവരുടെ കയ്യിലും ധാരാളം ഉള്ളതുമായിട്ടുള്ള സാധനമാണ് എന്ത്? ഉപദേശം. ഒരാൾക്കും ഉപദേശിക്കുന്നത് ഇഷ്ടമില്ല. ഉപദേശങ്ങൾ കേൾക്കാൻ ഒരാൾക്കും താല്പര്യമില്ല. എല്ലാവർക്കും എന്തേ വേണ്ടു? അനുമതി. ആർക്കാ ഉപദേശിക്കേണ്ടത്? ഗുരുവിനോട് അത്രയും അധികം പ്രണയമുള്ള ആൾക്ക്, ഗുരുവിനോട് അത്രയും അധികം ഇഷ്ടമുള്ള ആൾക്ക്, സ്നേഹവും ആദരവും ഒക്കെ ഉള്ള ആൾക്കേ ഉപദേശങ്ങൾ കൊടുക്കാവൂ. അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ തന്നെ പറഞ്ഞത്. ഉപദേശാണ്. സമീപേ. അവനവൻ്റെ അടുത്തിരുത്തി പ്രേമപൂർവം സ്നേഹപൂർവം കണ്ണുകളിലേക്ക് നോക്കി നല്ല കാരുണ്യത്തോടു കൂടെ വേണം ഉപദേശങ്ങൾ കൊടുക്കാൻ. അപ്പോഴേ അത് ശിഷ്യനിലേക്ക് പകരും. അവിടെ ശിഷ്യനും അങ്ങനെ തന്നെ ആയിത്തീരണം. എന്തുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നല്ലൊരു ഗുരുവിനെ കിട്ടുന്നില്ല? ആ ഗുരുവിൻ്റെ അടുക്കേന്ന് ഈ ജ്ഞാനം ആർജിക്കാനുള്ള അതേ കണ്ടീഷനിലാണോ അവനവൻ നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ മതി. കാരണം തുല്യമായ വസ്തുക്കൾ തമ്മിലേ ആകർഷണം ഉണ്ടാവുള്ളൂ. നല്ലൊരു ഗുരുവിനെ കിട്ടണമെങ്കിൽ ശിഷ്യനും അതേപോലെ ഉയരണം. ഒരു നരേന്ദ്രനാഥ ദത്തന് തന്നെ രാമകൃഷ്ണ പരമഹംസരെ കിട്ടൂ. ഒരു ബാലകൃഷ്ണ മേനോന് തന്നെ തപോവനസ്വാമികളെ കിട്ടൂ. അല്ലാതെ ഒരാൾക്ക് അവിടെ വേണമെങ്കിൽ പോവാം, കാണാം. കാരണം അത് റിസീവ് ചെയ്യില്ല. ആ റിസീവർ കൃത്യമായിരിക്കണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന അത് സ്വീകരിക്കേണ്ട വസ്തു അതേ രീതി. നിങ്ങളുടെ സിം കാർഡ് ഒന്ന് ലേശം തെറ്റിയാൽ മൊബൈൽ പറയും നിങ്ങളുടെ സിം ആദ്യം നേരിടൂ. ഇതൊന്നും സ്വീകരിക്കണില്ല. അപ്പൊ എവിടെയാ കുഴപ്പം? ഹൃദയം ശരിയല്ല. ഇവിടെ ഭാഗവതം പറയണു, ഇങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഭർത്തരനുസവനം വിജൃംഭിത സ്നേഹാതിശയമന്തരേണ, പരമമായ പ്രേമത്തോടുകൂടിയാണ് ഋഷഭദേവൻ ഇവരോട് സംഭാഷണം ആരംഭിച്ചത്. കുട്ടികൾ മാത്രം എന്നർത്ഥമൊന്നുമില്ല. പ്രജ എന്നാ പറഞ്ഞത്. പ്രജ എന്നുള്ള വാക്കിന് കുട്ടി എന്നർത്ഥം. രാജാവിനെ സംബന്ധിച്ച നാട്ടിലുള്ള ആൾക്കാരൊക്കെ സ്വന്തം കുട്ടികളാണ്. മാതാവ്, പിതാവ്, രാജാവ്, ഗുരു, ഈശ്വരൻ, ഇവരൊക്കെ സംബന്ധിച്ച് അവരുടെ മുന്നിലിരിക്കുന്നവരൊക്കെ എന്തായിരിക്കും? അവരുടെ കുട്ടികള്. കുട്ടികളോട് തോന്നുന്ന സ്നേഹം ഇവർക്കൊക്കെ ഉണ്ടാവണം. സ്വന്തം കുട്ടിയായിട്ട് കാണണം എന്നാ ഭാഗവതം പറയണത് അല്ലേ? കുചേലോപാഖ്യാനം പറയുമ്പോൾ അവിടെ കാട്ടില് രാത്രി ഇരുട്ടത്ത് വിറകന്വേഷിച്ചു പോയ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീദാമാവിനെയും സാന്ദീപനി എന്താ വിളിക്കണത്? മമപുത്രക, എൻ്റെ കുട്ടികളെ എന്നാ വിളിക്കണത്. ഇന്നങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ടോ? ടീച്ചറും അധ്യാപകരും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ടാവും. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെയൊക്കെ സ്വന്തം കുട്ടികളായിട്ട് കാണാൻ സാധിക്കാറുണ്ടോ? സ്വന്തം കുട്ടിയോട് തോന്നുന്ന അതേ സ്നേഹം പിൻബെഞ്ചിലിരിക്കുന്ന പൂജ്യം വാങ്ങുന്ന കുട്ടിയോടും തോന്നണുണ്ടോ? എന്നാ രക്ഷപ്പെട്ടു. അതും എൻ്റെ കുട്ടി. അതിന് അയാൾക്ക് അത്രേ ബുദ്ധിയുള്ളൂ. ആ പിൻബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് പോലും, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ വേണം അധ്യാപകൻ ക്ലാസ് എടുക്കാൻ. എന്നാലോ ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. മറിച്ച് മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രം പറഞ്ഞാൽ പിന്നിലിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഇവിടെ പിന്നിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പോയിരിക്കുക എന്നല്ല അർത്ഥം. ബുദ്ധി കൊണ്ട് ലേശം ഗ്രഹിക്കാനുള്ള സാമർഥ്യം കുറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവർ സംസാരിച്ചാൽ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും.
ഇവിടെ അതൊക്കെ ഋഷഭദേവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രശ്രയ പ്രണയഭര സ്വയന്ത്രിതാനപ്യുപശിക്ഷയന്നതി ഹോവാച. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഈ മൂന്നാമത്തെ അധ്യായം. പ്രശ്രയ പ്രണയഭര സ്വയന്ത്രിതാൻ. തന്നെ ആശ്രയിച്ച ആൾക്കാരോടൊക്കെ എന്തെന്നില്ലാത്ത പ്രണയഭാവത്തിൽ. ഗുരുവിന് ശിഷ്യന്മാരോട് തോന്നേണ്ട ഭാവമാണത്ര എന്ത്? പ്രണയഭാവം. ആ പ്രണയത്തിന്റെ ഭാഷയിൽ ഈ ഋഷഭയോഗീശ്വരൻ സംസാരിക്കാൻ ആരംഭിച്ചു. എന്താ പറയണത്? ആദ്യം തന്നെ പറഞ്ഞു, നായം ദേഹോ ദേഹഭാജ്യാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. ഇവിടെ ലഭിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്താ? മനുഷ്യ ശരീരം. പക്ഷെ നമ്മൾ ചോദിക്കും, മനുഷ്യ ശരീരം കിട്ടാൻ പണി? 600 കോടി ജനങ്ങളുണ്ടല്ലോ. ആ അർത്ഥത്തിലല്ല. നമ്മൾ ഓരോരുത്തരെയും എടുത്ത് ചിന്തിച്ചാൽ 84 ലക്ഷം സ്പീഷീസുകളിൽ ചുറ്റിത്തിരിഞ്ഞാണത്രേ അവസാനം ഈ കോലത്തിലായി ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇനി കിട്ടും തോന്നുന്നുണ്ടോ? ഇല്ല. പയ്യീച്ച പൂച്ച പുലി മണ്ഡലി പച്ച പയ്യെന്നു തൊട്ടു പലതായുളവായ ജന്മം. ഇതിലേക്കോ കയറിയിറങ്ങി ചുറ്റി സഞ്ചരിച്ചാണ് അവസാനം ഇത് കിട്ടിയത്. ഈ സുന്ദരമായ ശരീരത്തെ, മനുഷ്യജന്മത്തെ ഭാഗവതം എല്ലായിടത്തും വിമർശിക്കുന്നത് പോലെ, ഇകഴ്ത്തുന്നത് പോലെ പുകഴ്ത്തിയും പറയുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് പറയണു, എന്ത്? വെറും മണ്ണായി, ഭസ്മമായി, പുഴുക്കളുടെ ആഹാരമായൊക്കെ തീരേണ്ടതാണ് ഈ ശരീരം എന്ന് പറയുന്ന അതേ ഭാഗവതം തന്നെ വളരെ നന്നായിട്ട് എത്രയോ തവണ പറഞ്ഞു, ഇതുപോലെ ഒരു ജന്മം വേറെയില്ല. വേറെയുണ്ട് അല്ലേ? മനുഷ്യ ശരീരം പോലെ ഇത്ര സുന്ദരമായ ഒരു ജന്മം, ഒരു ഉപകരണം ഈ ഭൂമിയിൽ വേറൊന്നുമില്ല. മഹാഭാരതത്തിൽ ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, എന്താണ് ബ്രഹ്മം? ഘടാഘടിയൻ വാക്കുകളെ കൊണ്ടൊക്കെ പറഞ്ഞു. യുധിഷ്ഠിരന് മനസ്സിലായില്ല. ബ്രഹ്മസൂത്രം ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. യുധിഷ്ഠിരനും പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താ പിതാമഹ ബ്രഹ്മം? ഭീഷ്മർ പറഞ്ഞു, മനുഷ്യൻ. കാരണം ബ്രഹ്മത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആർക്ക് ബാധകമാണ്? നമുക്ക് ബാധകമാണ്. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമെടുത്തതാണ് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഉപനിഷത്ത് അമൃതസ്യ പുത്ര എന്ന് വിളിക്കുന്നത്. അമൃതം ബ്രഹ്മത്തിൻ്റെ പര്യായമാണത്രേ. പിന്നെന്താ ഭിന്നത? അതേ ബ്രഹ്മം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഏകാദശ സ്കന്ധത്തില് ഈ ദത്താത്രേയ മഹർഷി 24 ഗുരുക്കന്മാരെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 25 അവനവൻ്റെ ശരീരം അല്ലേ? സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്രിയ വൃക്ഷാൻ സരീസൃപ പശൂൻ ഖഗദംശ മത്സ്യാൻ തൈസ്തൈ അതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവഃ. പലതിനെയും സൃഷ്ടിച്ചു ബ്രഹ്മാവ്. സന്തോഷം ഉണ്ടായത് എപ്പോഴാ? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. കാരണം ഇത്ര നല്ല കരചരണാദ്യ അവയവങ്ങളും ബുദ്ധിയും മനസ്സും വിവേകവും ഒക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇത്ര നല്ല ശരീരം കിട്ടിയിട്ട് നമ്മളത് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടോ? അല്ലേ? ധ്രുവസ്തുതിയിൽ കാണാൻ ധ്രുവൻ ചോദിക്കണു, കഷ്ടം, ഒരാൾ പോലും ഭഗവാനിലേക്ക് തിരിയുന്നതേ ഇല്ല. അവിടെ വിതുരമഹാശയൻ ചോദിക്കുന്നു, സകലരും കൃഷ്ണ വിമുഖന്മാരായി ഭഗവൻ വിമുഖന്മാരായിട്ട് നടക്കുന്നു. ഹേ മൈത്രേയ മഹർഷി, എന്തുകൊണ്ട്? വിഷയസുഖങ്ങൾ അനുഭവിക്കണം എന്നുള്ള ചിന്ത. അതൊന്ന് മാറി നിൽക്കാനേ തോന്നുന്നില്ല. 7 ദിവസം ഭാഗവതം കേട്ടു, 8ാമത്തെ ദിവസം വീണ്ടും നമ്മൾ കല്യാണത്തിന് പോയി. പിന്നെ എന്താ കാര്യം? അല്ലേ? പിന്നെ പുതിയ സാരി വാങ്ങലും ആഹാരം കഴിക്കലും ഒക്കെയായി നമ്മുടെ ചിന്ത. അത്രയധികം ഗംഭീരമായി ഈ വസ്തുക്കളൊക്കെ നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതൊന്ന് മാറി നിൽക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം?
നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്ത് 100% ആസ്വദിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്താൽ ആ പ്രവൃത്തി നമ്മളെ ഉപേക്ഷിച്ച് പോവും. പിന്നീട് മനസ്സ് നമ്മളോട് ഇമ്പോസിഷൻ പറയില്ല. എന്താ നമ്മളോട് വീണ്ടും വീണ്ടും പറയാൻ മനസ്സ് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് തൃപ്തി വന്നിട്ടില്ല. തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? 11 ഇന്ദ്രിയങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകട്ടെ. മുഴുകിക്കൊണ്ടാണ് ചെയ്തതെങ്കിൽ അതൊന്നും പിന്നെ വേണം തോന്നില്ല. ഇത് നമുക്ക് നിത്യ അനുഭവമുള്ള കാര്യമാണ്. വേദാന്തമൊന്നും പഠിക്കണ്ട നിങ്ങൾ. കുട്ടിക്കാലത്ത് മണ്ണിൽ കളിക്കാനും വീപ്പിളി എടുത്ത് ഊതി നടക്കാനും ബലൂണ് തട്ടിക്കളിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ട്? അന്നത് ആസ്വദിച്ച് ചെയ്തു. ഇപ്പൊ നമുക്കതൊന്നൊക്കെ കണ്ട കുട്ടികളുടെ കുസൃതി നമുക്ക് വേണമെന്ന് തോന്നണില്ല. പക്ഷെ പിന്നീട് എന്താവുന്നു? മനസ്സതിൽ മുഴുകുന്നില്ല. ശരീരം കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു, പ്രവൃത്തികളൊക്കെയോ അല്ലേ എതിലേക്കോ പോണു. മുഴുകിക്കൊണ്ട് ചെയ്യൂ. മുഴുകിക്കൊണ്ട് ചെയ്താൽ പിന്നെ അത് വേണം തോന്നില്ല. എവറസ്റ്റ് കീഴടക്കിയിട്ട് തിരിച്ചു വന്നപ്പം ഹിലാരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താപ്പം തോന്നണത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും തോന്നണില്ല. ഇനി ഒന്നും കൂടെ കയറാൻ തോന്നുന്നുണ്ടോ? മതിയായി. കാരണം അത്ര ആവേശത്തോടു കൂടി, അത്ര ഉത്സാഹത്തോടു കൂടിയാ ചെയ്തത്. പിന്നെ അത് വേണം തോന്നുമോ? പിന്നെ വേണം തോന്നില്ല. അപ്പൊ തീവ്രമായി ഇവിടെ വൃഷഭയോഗീശ്വരന്റെ കഥ ആദ്യം ഈ 2 അധ്യായങ്ങളിൽ ഇങ്ങനെ വിസ്തരിച്ച് പറയാൻ കാരണം, ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ചെയ്തു. 100% റിസൾട്ടാണ് ചെയ്ത എല്ലാ പ്രവൃത്തിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും മനസ്സ് പോവില്ല. ഈ കിട്ടിയ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ്? കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാമ്യേ. ഈ കാമസുഖങ്ങൾ അനുഭവിക്കാനുള്ളതൊന്നും അല്ല. അല്ലാന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചു കഴിഞ്ഞിട്ടാ പറയണത്. ഇപ്പോഴാണ് ബോധ്യം വന്നത്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതെന്തിനു വേണ്ടി? തപോദിവ്യം. തപസ് അനുഷ്ഠിക്കൂ. എന്താ തപസ്? 3 തരത്തിലുള്ള തപസ്സുകള്. സാത്വികമായ തപസ്, രാജസികമായ തപസ്, താമസികമായ തപസ്. വാചികമായ തപസ്, മാനസികമായ തപസ്, കർമ്മപരമായ തപസ്. ഞാനൊക്കെ ഭാഗിച്ച് പറയാറുണ്ട്. എന്താ സാത്വികമായ തപസ്? സാത്വികമായ തപസ്സിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈശ്വര സാക്ഷാത്കാരം. മറ്റേത് കുറെ ഉപാസനകളൊക്കെ. താമസികമായ തപസ്സോ ഫലപ്രാപ്തിയിൽ താല്പര്യമുള്ളതാണ് അത്രേ രാജസികമായ തപസ്. താമസികമായ തപസ് മറ്റുള്ളവരെ ദ്രോഹിക്കുക. ഹിരണ്യകശിപുവൊക്കെ ചെയ്ത പോലുള്ള തപസ്സാണ് എന്ത്? താമസ സ്വരൂപത്തിലുള്ള തപസ്. ഇവിടെ നമ്മൾ പറഞ്ഞു തപോദിവ്യം. ആ ദിവ്യമായ വസ്തുവിനെ നേടാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കൂ. ഏതാ ദിവ്യമായ വസ്തു? അത് നമ്മളോട് നീ പറഞ്ഞു തരുന്നുണ്ട്. സാക്ഷാത് ഈശ്വരൻ, വാസുദേവൻ. ആരാ വാസുദേവൻ? ഭാഗവതത്തിൽ എപ്പോഴും കേൾക്കുന്ന വാക്കാണെന്ത്? അല്ലേ? വാസുദേവനിൽ ഭക്തി ഉണ്ടാവട്ടെ. നല്ല അധ്യായത്തിലും വാസുദേവൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഋഷഭയോഗീശ്വരന്റെ പുത്രൻ ഭരതയോഗീശ്വരൻ രഘുഗണനോട് പറഞ്ഞു കൊടുക്കണു. ആത്മാ ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ സാക്ഷാ സ്വയം ജ്യോതി അജഃ പരേശഃ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായ ആത്മന്യവധീയമാനഃ. ആ വാസുദേവനെ ഭജിക്കൂ. ക്ഷേത്രജ്ഞൻ, ശരീരം എന്നാണ് അർത്ഥം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നടക്കുന്ന സകല പദ്ധതികളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. അതിനെ അന്വേഷിക്കുക. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അനുഭവിക്കുന്ന സകലതിനെയും അറിയണ ആള്. പുരുഷ, എല്ലാ പുരങ്ങളിലും എല്ലാ ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആള്. പുരാണ. എന്താ പുരാണ ശബ്ദം? പഴയത് എന്നർത്ഥമുണ്ട്. പക്ഷേ പഴയതല്ല പുരാണം. പുരാണ ശബ്ദത്തിന് ശങ്കരാചാര്യ പറഞ്ഞു എന്താ? പഴയതാണെങ്കിലും പുതുത്. പുരാ അപി നവം. അല്ലേ? പഴയതാണെങ്കിലും എപ്പോഴും പുതുതായിട്ട് തോന്നുന്ന വസ്തു. നമുക്കൊക്കെ ഇപ്പം എത്ര പഴക്കമുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെ പുതുതായിട്ട് എന്താ ഉള്ളത്? നേരത്തെ ഞാൻ വെള്ളം കുടിക്കാൻ പുറപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു പുതിയ വെള്ളം തരാം. ഇത് ഇന്നലെ എടുത്ത് വെച്ച വെള്ളമാണ്. പുതിയ വെള്ളമുണ്ടോ ഇവിടെ?
കോടാനുകോടി വർഷങ്ങളായിട്ട് ഭൂമിയിലുള്ള വെള്ളം എവിടെയുള്ളൂ? പുതിയ വായു ഉണ്ടോ? പുതിയ മണ്ണുണ്ടോ? അതിന്ന് ഉൽപ്പന്നമായ ഈ ശരീരവും ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ പഴയതാണ്. ഇതുകൊണ്ടാണ് ബ്രഹ്മം വടികുത്തി നടക്കുന്നു എന്നൊക്കെ വേദാന്തം പറയണത്. അത്രയും പ്രായമുണ്ട്, അത്രയും വയസ്സായ ആളാണ് ആര്? ബ്രഹ്മം. വൃദ്ധ എന്ന് ഭഗവാന് പേരുണ്ട്, ഭഗവതിക്കും പേരുണ്ട്. ലളിതാ സഹസ്രനാമത്തിലൊരു പേരാണെന്ത്? വൃദ്ധ. അത്രയും പഴക്കമുണ്ട്. പുരാണ സാക്ഷാത്, എപ്പോഴും അനുഭവമുള്ളതാണ്. സ്വയം ജ്യോതി, രണ്ടാമതൊന്നിൻ്റെ പ്രകാശം ആവശ്യമില്ല. അതിന് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. തമേവ ഭാന്തം അനുഭാതി സർവം എന്ന് ഉപനിഷത്തുകള്. പരേശഃ, രണ്ടാമതൊരു ഈശ്വരൻ ഇല്ല. നാരായണോ ഭഗവാൻ വാസുദേവ. ഭാഗവതം നാരായണൻ എന്ന് പേരിട്ട് വിളിക്കണു. നിരവധി അർത്ഥങ്ങള്. നാരം പരമാർത്ഥജ്ഞാനം, ആ ജ്ഞാനത്തിൽ വേദസ്വരൂപനായി അറിവായി ഇരിക്കുന്ന ആള് ഭഗവാൻ. ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവും ഒക്കെ അറിവ് എന്നാണ് ഈശ്വരനെ പേരിട്ട് വിളിക്കുന്നത്. നാരം ജലം, ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ആള് എന്ന് സാമാന്യാർത്ഥം. നരനെ അയനം ചെയ്യിക്കുന്ന ആള്. ഗർഭപാത്രം തൊട്ട് ആ ശ്മശാനം വരെ, അതിനുശേഷവും ആര് കൊണ്ട് നടക്കണു? നാരായണൻ. ആ നാരായണനെ ഭഗവാൻ എന്ന് പേരിട്ട് വിളിക്കണു. ഭഗശബ്ദത്തിന് 6 അർത്ഥങ്ങള്. 6ഉം കൂടി ചേർന്നയാള് ഭഗവാൻ. ഐശ്വര്യം, വീര്യം, യശസ് തുടങ്ങി 6 ചേർന്നത് ആരാണോ അയാള് വാസുദേവൻ എന്ന്. ഇനി ഇദ്ദേഹത്തിന്റെ പുത്രൻ, ഇപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുത്തത് കേട്ടോണ്ടിരിക്കുക. ആര്? ഭരതയോഗീശ്വരൻ. അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ കൂടെ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് മനസ്സിലാക്കാൻ. അതിൻ്റെ സ്വരൂപം ആ വാസുദേവനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സത്യം, വിശുദ്ധം, പരമാർത്ഥം, ഏകം, അനന്തരം. ഇടതടവില്ലാത്തതാണ്. മറ്റുള്ളതിനൊക്കെ എന്തുണ്ട്? ഇടയ്ക്ക് ഒഴിവുണ്ട്. ഈശ്വരനോ ഒഴിവില്ല. എല്ലായിടത്തും അത്യതിഷ്ഠത് ദശാങ്കുലം. എല്ലായിടത്തും സർവത്ര ഒരുപോലെ നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ള ആ ഭഗവത് ശബ്ദസജ്ഞം യദ് വാസുദേവം കവയോ വദന്തി, ആ വാസുദേവനെ ഭജിക്കൂ എന്ന് ഋഷഭയോഗീശ്വരർ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്താ കുഴപ്പം? ഇതിലേക്ക് മനസ്സ് തിരിയണമെങ്കിൽ നല്ലൊരു ഗുരു വേണം. അതിനെന്ത് വേണം? അവനവൻ ആദ്യം നേരെയാവണം. ശിഷ്യന്റെ ഗുണങ്ങൾ 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ അത്? മഭേം, ഈശ്വരപരമായ കർമ്മങ്ങളിൽ, മത് കഥയാ, ഈശ്വര കഥകളിൽ, ച നിത്യം, എല്ലായ്പ്പോഴും, മദ്ദേവസംഗാത്, ഭഗവാനിലും ഭഗവത് ഭക്തന്മാരിലും അവതാരങ്ങളിലും അവതാര പുരുഷന്മാരിലും ഒക്കെ നിത്യനിരന്തരമായ ഈ സംഘം ഉണ്ടാവട്ടെ. അതാണെന്ത്? സത്സംഗം. ഇപ്പൊക്കെ നമുക്ക് വിഷയസംഘമാണുള്ളത്. സത്സംഗം ഉണ്ടാവണുണ്ടോ? ഇല്ല. അപ്പൊ സത്സംഗം ഉണ്ടാവണം. അതുകൊണ്ട് അത് ആദ്യം പറഞ്ഞു, മദ്ദേവസംഗാത് ഗുണകീർത്തനാന്മേ. അങ്ങനെ നിരന്തരമായി ഇതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് ഭഗവാനെ കുറിച്ച് കീർത്തിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. നിർവൈര സാമ്യോപശമേന പുത്ര ജിഹാസയ ദേഹഗേഹാത്മബുദ്ധി. ശരീരമാണ് ഞാൻ എന്ന അഭിമാനത്തെ ഇല്ലാതാക്കാനാണ് ഇതൊക്കെ ചെയ്യണത്. ഭാഗവതം കേൾക്കുന്നതും തത്വവിചാരം ചെയ്യുന്നതും ഒക്കെ സത്യത്തിന് എന്ത് വേണ്ടിയിട്ടാ? ഞാൻ ശരീരമല്ല എന്ന അനുഭവത്തിലേക്ക് ഉയരാൻ. ഇത് ആർക്കുണ്ടാവേണ്ടതാണ്? ശിഷ്യന്മാർക്ക് ഉണ്ടാവേണ്ട ഗുണാണ്. ഇങ്ങനെ ശിഷ്യൻ പരിശ്രമിച്ചാൽ, ഇനിയും പറയണു, അധ്യാത്മയോഗേന, അധ്യാത്മവിദ്യയിൽ എന്തെല്ലാം യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, യോഗ്യതക്കനുസരിച്ച് ആ യോഗങ്ങളൊക്കെ കൊണ്ടു നടന്നോളൂ. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം തുടങ്ങി എല്ലാത്തിനെയും
ഉപയോഗിക്കാം. കാരണം അതൊക്കെ എന്താണ്? ഉപകരണങ്ങൾ. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഉപകരണങ്ങളാണ്. അതിനെയൊക്കെ സ്വീകരിച്ചോളൂ. വിവിക്രസേവയാ, നിത്യനിരന്തരമായി ഭഗവത് സേവയിൽ എന്തൊക്കെ? പ്രാണേന്ദ്രിയ ആത്മാഭിജയേന സദ്രക്. ഇതെന്തിനു വേണ്ടി? പ്രാണനെ, ഇന്ദ്രിയങ്ങളെ, സകലതിനെയും ജയിക്കാൻ. എന്നിട്ടോ സശ്രദ്ധയാ, അതാണ് നമുക്കില്ലാത്തത്. എപ്പോഴും ആ ശ്രദ്ധാപൂർവം ഈ പ്രവൃത്തികൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കൂ. ബ്രഹ്മചര്യേണ, ബ്രഹ്മചര്യത്തെ കൊണ്ട് നടക്കൂ. എന്നിട്ടോ സർവത്ര മദ്ഭാവ വിചക്ഷണേന, സർവത്ര സമദർശനം ഭക്തി എന്ന് നാരദ ഭക്തിസൂത്രം. എല്ലായിടത്തും ഭഗവാനെ കാണൂ. ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യമ സത്വയുക്തോ ലിംഗം വ്യപോഹേത് കുശലോഹമാഖ്യം. ഇങ്ങനെ നിരന്തരമായി ആചരിക്കേണ്ട പദ്ധതി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആചരിക്കുന്ന ഒരാൾക്ക് ഒരു നല്ല ഗുരുവിനെ കിട്ടും. ഇന്നത്തെ കാലത്ത് ഗുരുക്കന്മാരെ കണ്ടാലും തിരിച്ചറിയാൻ പ്രയാസം. എല്ലാവരും ഗുരു എന്ന് ബോർഡ് വെച്ച് നടക്കുകയാണ്. ആരാ ഗുരു? ഗുരുവിന്റെ ലക്ഷണങ്ങൾ പറയണു. എന്താണ്? മഹത്സേവാം ദ്വാരമാഹുർവിമുക്രേ തമോദ്വാരം യോഷിതാം സംഘ്യസംഘം മഹാന്തസ്തേ സമചിത്താഹ പ്രശാന്താഹ വിമന്യവ സുഹൃദഃ സാധവോയേ. മഹാത്മാക്കളുടെ സ്വരൂപത്തെ അവിടെ പറഞ്ഞു. ആദ്യം നമ്മളോട് പറഞ്ഞു എന്ത്? അനാവശ്യ കാര്യങ്ങളിൽ നമ്മളെ താഴേക്ക് അധപ്പതിപ്പിക്കുന്ന വസ്തുക്കളിലേക്കൊക്കെയുള്ള താല്പര്യത്തെ ഇല്ലാതാക്കൂ. എന്നിട്ട് മഹാത്മാക്കളോട് താല്പര്യം വർദ്ധിപ്പിക്കൂ. ആ മഹാത്മാക്കളുടെ സ്വരൂപോ സമചിത്താഹ, എപ്പോഴും സമചിത്തത ഉള്ള ആള്. സമ്പത്തിലും ക്ഷിതിയിലും മഹാന്മാർ ഒരുപോലെയാം. അല്ലേ? സമ്പത്ത് വന്നാലും ദാരിദ്ര്യം വന്നാലും ഒക്കെ ഇളകാതെ ഇരിക്കുന്ന ആള്. തിതിക്ഷ വേണ്ട വിധത്തിൽ അനുശീലനം ചെയ്യുന്ന ആള്. എല്ലാത്തിനെയും സഹിക്കാൻ സാധിക്കുന്ന ആള്. മാനാപമാനങ്ങളൊന്നും ഇല്ലാത്ത ആള്. കേമായി എന്ന് പറഞ്ഞാലും മോശമായി എന്ന് പറഞ്ഞാലും ഒന്നും തോന്നണില്ല. എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ആൾക്കാര്. മഹാന്തസ്തേ സമചിത്താഹ പ്രശാന്താഹ. എന്താ പ്രശാന്തി? നമുക്കൊക്കെ ശാന്തി ഉണ്ട് അല്ലേ? വീടുണ്ട്, ധനമുണ്ട്, കുട്ടികളുണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ നന്നായിട്ടിരിക്കണോ? ഇപ്പം ശാന്തിയായിട്ടിരിക്കണ്ട. ഇതൊക്കെ പോയാലോ? പോയാൽ ശാന്തി പോയി അല്ലേ? ബിസിനസ് ഉണ്ടായിരുന്നു, അത് ആകെ പൊട്ടിത്തൊലഞ്ഞ് പൂട്ടിപ്പോയി, ഇപ്പം നല്ല സുഖമുണ്ട്. അങ്ങനെ ആരെയും പറയാറുണ്ടോ? ഇല്ല. എന്നാൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേപോലെ ഇരിക്കുന്ന ആളാണ് പ്രശാന്തന്മാര്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള പ്രശാന്തന്മാരായിട്ടുള്ള വിമന്യവഹ, മാനാപമാനങ്ങളില്ലാത്ത ആള് സുഹൃദ. ഗുരുവിന്റെ ഏറ്റവും നല്ല ഗുണാണെന്ത്? സൗഹൃദ ഭാവം. ഇങ്ങനെയുള്ള നല്ല ഗുരുക്കന്മാരെ ആശ്രയിക്കൂ. അവര് വേണ്ട കാര്യങ്ങളിൽ പിന്നീട് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ആ അധ്യാത്മ ശിക്ഷണം നൽകുന്നതായിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നോനം പ്രമത്തഃ കുരുതേ വികർമ്മഃ യദിന്ദ്രിയപ്രീതയ ആപ്രണോതി. ഇന്ദ്രിയപ്രീതി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലൊന്നും പിന്നീട് ഏർപ്പെടുകയേ ചെയ്യരുത്. ഇത് ചെറുപ്പക്കാരോടല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? ഇപ്പൊ പ്രായമായ ആൾക്കാർക്കാണ് ഇന്ദ്രിയ സുഖങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം. 7 ദിവസത്തെ സപ്താഹത്തിന് വരുമ്പോൾ ടി വിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു വെക്കാൻ പറയുന്ന ആൾക്കാരാ നമ്മള് അല്ലേ? എത്ര മിടുക്കന്മാരാ. ഇന്ദ്രിയ സുഖങ്ങളിൽ ശ്രദ്ധയില്ലാതെ ഇരിക്കും. അതിനൊക്കെ സജ്ജനങ്ങൾ നിഷിദ്ധമായിട്ട് പറയണു. അതൊക്കെ എന്ത് ചെയ്യുന്നു? ക്ലേശത ആസദേഹേ. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ക്ലേശത്തെ ഉണ്ടാക്കുന്നവയെ ഒക്കെ ഉപേക്ഷിക്കൂ. ഇങ്ങനെ ഏതൊരാളാണോ പ്രവർത്തിക്കുന്നത് അയാൾക്ക് ഈ ശരീരബന്ധങ്ങളെ സകലത്തിനെയും വളരെ എളുപ്പത്തിൽ വിടർത്തിയെടുക്കാൻ സാധിക്കും.
ഇതെന്തിനാ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കണത്? ഇദ്ദേഹത്തിൻ്റെ കുട്ടികളും മറ്റുമൊക്കെ കേട്ടിരിക്കണത്, അവരോട് വേണം പറഞ്ഞു കൊടുക്കാനും. ഈ ഭാഗവത സപ്താഹത്തിനൊക്കെയുള്ള കുഴപ്പം പ്രായമായ ആൾക്കാരെ കേൾക്കാനുള്ളൂ. ഭാഗവത ആരാ കേൾക്കേണ്ടത്? കുട്ടിയോള് അല്ലേ? ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുത്തത് ആർക്കാ? കുട്ടികൾക്കാ പറഞ്ഞു കൊടുത്തതാ. കൊച്ചു കുട്ടികൾ വേണം ഭാഗവതം കേൾക്കാൻ. പ്രഹ്ലാദൻ പറയണു, കൗമാര ആചരയിൽ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. പിന്നെ എന്താ നമുക്ക് താല്പര്യമില്ലാത്തത്? നമുക്ക് വലിയ പേടി. നമ്മുടെ കുട്ടികൾ ഭാഗവതവും ഗീതയൊക്കെ വായിക്കുകയെ സപ്താഹത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്താൽ അവർ നാളെ സന്യസിച്ച് വെറും ലോകത്തിന് ഉപകാരമില്ലാത്ത ആൾക്കാരായി പോകുമോ എന്നുള്ള പേടിയാണ് ആർക്ക്? ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്കും. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കടക്കാം. ഭാഗവതം ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി 6 വയസ്സായ ധ്രുവൻ കല്യാണം കഴിക്കുകയും രാജ്യഭാരം ഏർപ്പെടുകയൊക്കെയാണ് ചെയ്തത്. പ്രഹ്ലാദനും അങ്ങനെ തന്നെ ഉണ്ടായത്. എന്നിട്ട് നമുക്ക് ഭയം. നമ്മുടെ കുട്ടികളെ ഗീത വായിക്കേ, ആശ്രമത്തിൽ പോവേ, ഭാഗവതം പഠിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നത് അവൻ പോയി, ഇനി അവനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഭാഗവതം ഇങ്ങനെ ഈ ജീവിതത്തെ നിന്ന് ഒളിച്ചോടേണ്ട ഒരു വിഷയവും എവിടെയും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ജീവിതത്തെ കൊണ്ട് നടക്കൂ. വൈരാഗ്യം വന്നാൽ നിവൃത്തിയൊന്നുമില്ല. വൈരാഗ്യം വന്ന ആൾക്കാർ സന്യസിക്കട്ടെ എന്ന് തന്നെയാണ്. ഭഗവത് എല്ലാവർക്കും പ്രയോജനം, ബ്രഹ്മചാരികൾക്കും ഗൃഹസ്ഥന്മാർക്കും വാനപ്രസ്ഥികൾക്കും ഒക്കെ പ്രയോജനമുള്ള ധർമ്മമേ പറയുന്നുള്ളൂ. ഇങ്ങനെ ഹംസേ ഗുരൗ മയി ഭക്ര്യാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിതിക്ഷയാച. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആ പദ്ധതിയാണ് വർണ്ണിച്ചു കൊടുക്കുന്നത്. സാക്ഷാൽ ഹംസനായി പ്രകാശിച്ചു നിൽക്കുന്ന വാസുദേവനിൽ, അല്ലെങ്കിൽ അതേ സ്വരൂപത്തിൽ നിൽക്കുന്ന ഗുരുവിൽ പരിപൂർണമായ ഭക്തി ഉണ്ടാവൂ. അത് സാധിക്കണില്ല. അധ്യാത്മജ്ഞാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? തന്നെ പൂർണ്ണമായി ഗുരുവിന് വിട്ടുകൊടുക്കണം. അല്ലേ? വലിയൊരു രോഗി ഡോക്ടറെ അടുത്തെത്തിയാൽ എന്താ ചെയ്യാം? ഡോക്ടറോട് പിന്നെ അഭിപ്രായങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ. എക്സ്റേ ചെയ്താലും വേണ്ടില്ല, കീറി മുറിച്ചാലും വേണ്ടില്ല, അവയവം മാറ്റി വെച്ചാലും വേണ്ടില്ല, എന്നെ ഞാൻ പൂർണ്ണമായി ആശുപത്രിക്കും ഡോക്ടർക്കും വിട്ടു തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് രോഗമുണ്ട് തോന്നണില്ല. ഭാഗവതം പറയണു ഭവരോഗം. ആ ഭവരോഗം അത് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ക്ഷണം ആ രോഗം ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഡോക്ടർക്ക്, ഗുരുവിന് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കൂ. പിന്നെ അങ്ങേര് നോക്കിക്കോളും, നമുക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. പൂർണ്ണമായിട്ട് ഗുരുവിന് തന്നെ വിട്ടുകൊടുക്കൂ. ഇങ്ങനെ ആ ദേഹത്തോടുള്ള, ശരീരത്തോടുള്ള അഭിമാനത്തെ ഇല്ലാതാക്കൂ. അതിനകത്തതാ എപ്പോഴും പിന്നെയും വിട്ടുപോകാൻ പ്രയാസം. സാധനാ പദ്ധതികൾ ഉപദേശിച്ചു കൊടുക്കണോ? കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാസാദിതം അപ്രമത്തഃ അനേന യോഗേന യഥോപദേശം സമ്യക് വ്യപോഹ്യോ പരമേത യോഗാത്. അവിടെയാണ് ഈ പദ്ധതികളുടെ ഒക്കെ പ്രയോജനം. ഭക്തിയോഗം കൊണ്ടും ജ്ഞാനയോഗം കൊണ്ടും ഒക്കെ ഒന്നേ ഉള്ളൂ, ചിത്തശുദ്ധി. വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഏത് യോഗത്തിനൊരു ഉദ്ദേശമുള്ളൂ. എന്താ? ചിത്തശുദ്ധി. എന്താ ചിത്തശുദ്ധി? ഈ കർമ്മവാസനകളെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്ത് കളയൂ. അങ്ങനെ ചിത്തം പരിശുദ്ധമായി നിൽക്കുമ്പോൾ അവിടെ ആ ഭഗവാനെ വാസുദേവനായിട്ട് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതൊരാളാണോ ഓരോരുത്തരെയും ഈശ്വരനിലേക്ക് പറഞ്ഞയക്കുന്നത്, അവര് മാത്രമേ എന്താവുള്ളൂ? ഗുരു ആവുള്ളൂ. നമ്മൾ സാധാരണ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയും. ഈ ഋഷഭദേവൻ അതിനെയൊക്കെ ഉടച്ച് തട്ടിക്കളഞ്ഞു. അവരൊക്കെ ഗുരു ആവണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഗുരുത്വം ഉണ്ടാവണം. ആരാ ഗുരു? സാക്ഷാത് ഈശ്വരൻ. ആ സർവേശ്വരനിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആളെ പിതാവ് എന്ന പേരിന് അർഹനായിത്തീരുന്നുള്ളൂ. മാതാവ് എന്ന പേരിന് അർഹനായിത്തീരുന്നുള്ളൂ. ഭർത്താവ് എന്ന പേരിന് അർഹതയുള്ളൂ. ഭാര്യ എന്ന പേരിന് അർഹതയുള്ളൂ. ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം എന്താ? കുട്ടികളെ ഈശ്വരനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം.
ഭർത്താവിനെ ഈശ്വരനിലേക്ക് പറഞ്ഞയക്കുക. ഇതിനൊക്കെ ഉദാഹരണം ഭാഗവതത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ പുറത്തന്വേഷിച്ച് പോകുമൊന്നും വേണ്ട. ശ്രീദാമാവിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാരാ? ശ്രീദാമാവിന്റെ ഭാര്യ അല്ലേ? എന്താ സംശയം? അപ്പൊ ശ്രീദാമാവിനെ സംബന്ധിച്ചിടത്തോളം, സുദാമാവിനെ സംബന്ധിച്ചിടത്തോളം ആരാ ഗുരു? ഭാര്യ. ഓരോരുത്തരെയും ഈശ്വരനിലേക്ക് തിരിച്ചുവിടുന്ന ആളാണ് അയാളുടെ ഗുരു. ഓരോരുത്തരുടെ ഉള്ള ഈശ്വരീയ ഗുണങ്ങളെ, അനന്ത കല്യാണ ഗുണങ്ങളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന ആൾക്ക് മാത്രമേ ഗുരു എന്ന പേര് ചേരൂ. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ മരണത്തിലേക്ക് പറഞ്ഞയക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കർമ്മങ്ങളിൽ ചുറ്റിത്തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഋഷഭയോഗീശ്വരൻ പറയണു, അവരെയൊന്നും ഗുരുവായിട്ട് കാണാൻ ഞാൻ നിങ്ങളോട് ആരോടും പറയണില്ല. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈശ്വരനെ കാണിച്ചു തരുന്ന ആളെ ഗുരുവാവൂ. അതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇവരോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് അവിടെ കുട്ടികളൊക്കെ. അതുകൊണ്ട് എന്ത് വേണം? ഞാനിതൊക്കെ ഉപേക്ഷിച്ചു പോണു. എനിക്ക് ശേഷം ഇനി നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഭരതൻ രാജ്യഭാരം കൊണ്ട് നടക്കും. എന്നെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ആരെ കാണണം? ഈ ഭരതയോഗീശ്വരനെ കാണണം. ഇങ്ങനെ പറഞ്ഞ് സകലതും ഉപേക്ഷിച്ച് മനോവചോ ദൃക്കരണേഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബരിഹണം ഹി വിനാ പുമാന്യേന മഹാവിമോഹാൽ കൃതാന്തപാശാന്ന വിമുക്തമേശേത്. അല്ലാത്തവരൊക്കെ എന്തേ ഉള്ളൂ? പൂന്താനം പറഞ്ഞ പോലെ ചത്തുപോവുന്നു പാവം ശിവശിവ. ഇങ്ങനെ ചത്തുപോവാനുള്ളതല്ല ജീവിതം. ആദ്യം പറഞ്ഞു തപോദിവ്യം, വലിയൊരു ലക്ഷ്യമുണ്ട്. ഈശ്വര സാക്ഷാത്കാരം, ഭാഗവതത്തിന്റെ ലക്ഷ്യം അതാണ്. അവിടേക്ക് പരിശ്രമിക്കൂ കുട്ടികളെ എന്ന് പറഞ്ഞ് ഋഷഭയോഗീശ്വരൻ പ്രഭാഷണം നിർത്തി. എന്നിട്ട് സകലതും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു. ആ ഋഷഭയോഗീശ്വരന്റെ അനുഭവം എന്താണ്? എല്ലായിടത്തും ഇവിടെ ഈശ്വരനല്ലാതെ രണ്ടാമതൊന്നും തന്നെ ഇല്ല. അത് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാണുന്നതൊക്കെ നിർവികാരോ നിത്യഭൂതോ നിർഗുണോ നിസ്പൃഹോസ്മ്യഹം നിരീന്ദ്രിയോ നിയന്താഹം നിരപേക്ഷോസ്മി നിഷ്കലഃ പുരുഷ പരമാത്മോഹം പുരാണ പരമോസ്മ്യഹം പരാവരോസ്മ്യഹം പൂർണ്ണ പ്രഭുരസ്മി പുരാതനഃ പൂർണ്ണാനന്ദൈക ബോധോഹം പ്രത്യഗേകരസോസ്മ്യഹം. ഞാൻ സകല അന്ധകാരത്തിൻ്റെയും അജ്ഞതയുടെയും അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. തുര്യത്തിൻ്റെയും തുര്യനാണ്, ദുർദർശനനാണ്. കാണാൻ ഏറ്റവും പ്രയാസമുള്ള വസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സകലതിനെയും ആധാരമാക്കി നിർത്തുന്ന ധ്രുവനാണ് ഞാൻ. ഇളകാത്തത് എന്നർത്ഥം. ധ്രുവ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇളകാത്തത്. എന്താ ഇളകാത്ത വസ്തു? ബ്രഹ്മം. നിഷ്കമ്പേ നിത്യപൂർണേ എന്ന് ഭട്ടതിരിപ്പാട്. ആ അവധൂതന്റെ അനുഭവം എന്താണെന്ന് ബ്രഹ്മവിദ്യോപനിഷത്ത് പറയണു. അതിലെ ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത്. പ്രജ്ഞാതോഹം, അറിയേണ്ട വസ്തു ഞാനാണ്. പ്രശാന്തോഹം, പരമശാന്തമായി നിൽക്കുന്ന വസ്തു ഞാനാണ്. പ്രകാശ പരമേശ്വര ഏകഥാ ചിന്ത്യമാനോഹം ദ്വൈതാദ്വൈത വിലക്ഷണ. അവിടെ സകല ഭേദഭാവനകളും അസ്തമിക്കുന്നു. അവരെയാണ് തുര്യാതീതൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. നമുക്ക് ജാഗ്രത അനുഭവങ്ങളിൽ ഈ ഭിന്നതകളൊക്കെ ഉണ്ട്. സ്വപ്നാനുഭവത്തിൽ സ്വപ്നത്തിൽ അനുഭവങ്ങളൊക്കെ ഉണ്ട്. സുഷുപ്തിയിൽ അനുഭവങ്ങളൊക്കെ അസ്തമിക്കണം. അതും കടന്നിട്ടുള്ള അനുഭവമാണ് തുരീയം. ജാഗ്രത്തിലും ആ സുഷുപ്തിയിലെ പോലെ ഇരിക്കാൻ സാധിക്കലാണ് അത്രേ എന്ത്? തുരീയം. അങ്ങനെ സാധിക്കുന്നുണ്ടോ? ഉറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീയോ പുരുഷനോ എന്നുള്ള ബോധമുണ്ടോ? ഇല്ല. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ എന്നുള്ള ബോധമുണ്ടോ? മലയാളിയോ കേരളീയനോ ഭാരതീയനോ എന്നുള്ള ബോധ്യമുണ്ടോ? ഒരു ബോധ്യങ്ങളുമില്ല. ആ അനുഭവത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ അനുഭവത്തിൽ വന്നാൽ നിങ്ങളോ ഞാനോ ഇവിടെ ഇരിക്കില്ല, നമ്മൾ പോയിട്ടുണ്ടാവും അല്ലേ? അതിന് സാധിക്കുന്നില്ല.
അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്ന ആളാണ് ഞാൻ. ദ്വൈതാദ്വൈത വിലക്ഷണ ബുദ്ധോഹം ഭൂതപാലോഹം ഭാരുപോഹം ഭഗവാനഹം മഹാജ്ഞേയോ മഹാനസ്മി മഹാജ്ഞേയോ മഹേശ്വരഃ വിമുക്തോഹം വിഭുരഹം വരേണ്യോ ഉപാസ്മ്യഹം വൈശ്വാനരോ വാസുദേവോ വിശ്വതശ്ചക്ഷുരസ്മ്യഹം.